ഹലോ ഹലോ മനുഷ്യത്വവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെയാണെന്ന് പറയുന്നത് സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണ സംവിധാനത്തിന്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നോ ജലജ? ഒരു ഭരണ സംവിധാനം ആവശ്യമാണ്. രാഷ്ട്രം നിലവിൽ വന്നപ്പോൾ മുതൽ എന്താണ് കേൾക്കാൻ പറ്റിട്ടില്ല. കേൾക്കാൻ പറ്റുന്നില്ലേ? പൊതുഭരണത്തിന് ചാർജ് ഭരണകാലത്ത് രാജാവിന്റെ താല്പര്യങ്ങളായിരുന്നു എന്താ? ചാർജ് ഇല്ല ഫോണിന്. ചാർജ് ഇല്ല, കട്ടായി പോകുന്നോ? കട്ടായി പോകുന്നു. ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. കറണ്ട് ഉണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ CRM സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ? അത് കേട്ടിരുന്നോ? ഞാൻ റെക്കോർഡ് വീഡിയോ കേൾക്കുന്നത്. ഓക്കെ. ഞാൻ ഈ നോട്ട്സ് PDF ആയിട്ടാണോ അയക്കുന്നത്, അതോ ഈ സ്ക്രീനിൽ കാണുന്ന നോട്ട്സ് ആണ് എടുക്കുന്നത്? സ്ക്രീനിൽ കാണുന്നതാണ് കേട്ടോ. ആ സ്ലൈഡാണ് പഠിക്കാനുള്ളത് കേട്ടോ. അതാണ് നമ്മൾ പ്രിന്റ് എടുക്കുന്നുള്ളത്. അതെ, അതാണ് പ്രിന്റ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ CRM സോഫ്റ്റ്വെയർ വരെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നോ? സ്ലൈഡ് പ്രിന്റ് ഔട്ട് കയ്യിലില്ലേ? പ്രിന്റ് ഔട്ട് ഇതുവരെ എടുത്തിട്ടില്ലല്ലേ? ഓക്കെ, അത് എടുക്കട്ടോ, എത്രയും പെട്ടെന്ന് എടുക്കട്ടോ. ഈ നോട്ടിഫിക്കേഷനകത്തുനിന്ന് നമ്മൾ എടുക്കണ്ടുള്ള പ്രിന്റ്. എന്താ? ഇതെങ്ങനെ പ്രിന്റ് എടുക്കണ്ടുള്ള? പ്രിന്റ് എടുക്കേണ്ട എങ്ങനെയാണ് മിസ്? പ്രിന്റ് എടുക്കേണ്ടത് എങ്ങനെയാ? നേരെ പ്രിന്റ് എടുക്കും. ഇവിടെ നിന്ന് അയച്ചു തരുമ്പോൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നതാണ്. അതിവിടുന്ന് പറയോ കേട്ടോ എങ്ങനെയാണെന്ന്. ശരി. ഓക്കെ. ഈ സ്ലൈഡില് കാണുന്നുണ്ടോ? ജലജ കാണുന്നുണ്ടോ? CRM സോഫ്റ്റ്വെയർ എക്സാമ്പിൾ എന്നും പറഞ്ഞു കൊടുത്തേക്കണത് കാണുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഫയൽ അപ്ഡേഷൻ ഒക്കെ ചെയ്യുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. CRMന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കേട്ടോ. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വിവരങ്ങൾ, അതായത് ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ. നമ്മുടെ നെയിം, ഏജ്, അഡ്രസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഹോസ്പിറ്റലിലെ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ, കമ്പ്യൂട്ടറിൽ. ഓക്കെ, അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ, പ്രിന്റ് എടുത്തിട്ട്. ഓക്കെ. പറയണോ? അഡ്വാൻറ്റേജ് പറയണോ? പറഞ്ഞു തന്നോ? അപ്പൊ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അഡ്വാൻറ്റേജ് കേട്ടോ. കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്? ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് പോയിന്റ്.
ഇനി മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. എ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ഹാസ് മെനി ഡിപ്പാർട്ട്മെന്റ്സ് ദാറ്റ് മസ്റ്റ് വർക്ക് ഇൻ എഗ്രിമെന്റ് ടു പ്രൊവൈഡ് ദ ബെസ്റ്റ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഈ CRM സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്താണ് റിസപ്ഷൻ ഏരിയയും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ നടക്കുന്നത്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ എന്താണ് പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോർഡിനേഷൻ ഒക്കെ നടക്കുന്നത് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്തത് CRM system can also collect and organize reports that will be beneficial is a healthcare organization. These reports can be regarding patient requests or complaints, referrals or internal issues like medical equipment manufacturing. അതായത് ഇപ്പോ പേഷ്യൻസിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും എന്താണ് അവരുടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നിന്ന് കളക്ട് ചെയ്യുന്നു, അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നു. അതുകൂടാതെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട്, ആ ഡോക്ടേഴ്സ് ഒക്കെ എപ്പോഴാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പിന്നെ ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എന്താണ് തകരാറിലായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൂടാതെ സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഈച്ച് ഡോക്ടർ ആൻഡ് നഴ്സ് അറ്റ് യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ക്യാൻ ഓട്ടോമേറ്റ് ദെയർ കാലണ്ടേഴ്സ് വിത്ത് CRM സോഫ്റ്റ്വെയർ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഡോക്ടേഴ്സ് ഇപ്പൊ പുറത്തു നിന്നൊക്കെ വരുന്ന ധാരാളം ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ, മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്ന അവരുടെയൊക്കെ ഡേറ്റുകൾ അവർക്ക് ഏതൊക്കെ തീയതികളിലാണ് ഏതൊക്കെ ഡേറ്റുകളിലാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ സർവീസ് നടത്തുന്നത്. നഴ്സുമാരായാലും പുറത്തുനിന്നുള്ള ആളുകൾ എത്ര നഴ്സുമാരാണ് ഹോസ്പിറ്റലിൽ വരുന്നത്, അവരുടെയൊക്കെ ഡേറ്റുകൾ എപ്പോഴൊക്കെയാണ്, പിന്നെ അവര് ഇരിക്കുന്ന കൺസൾട്ടിങ് ടൈം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു CRM സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി 5th വൺ, റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബില്ല്. ഇനി മെഡിക്കൽ ബില്ലുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി improve communication. Email automation or SMS make sure that timely responses are sent to a patient's inbox after they take action in some way. അതുപോലെ തന്നെ എന്താണ് ഈ പേഷ്യൻസിന് ഇമെയിൽ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു ഇമെയിൽ മെസ്സേജുകൾ എന്ത് ചെയ്യുന്നു പാസ് ചെയ്യുന്നത് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ നമുക്കായാലും ഹോസ്പിറ്റലിന്റെ സേവനം ഇമെയിലിലൂടെ അറിയാൻ സാധിക്കുന്നുവെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് CRM എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. CRM software will allow you to segment your patients based on their health issues, location, age, gender. അതായത് ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് അവരുടെ ഏജിലും അതുപോലെ തന്നെ ജെൻഡറിലും ഒക്കെ എന്താണ് പലതരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരൊക്കെ എന്താണ് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട്, അതായത് ഇപ്പോ ഒരു 50 വയസ്സുള്ള ആളുകളെ, അതായത് 50 വയസ്സുള്ള പുരുഷന്മാരാണെങ്കിൽ അവരെ ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. ഇനി 40 വയസ്സുള്ള സ്ത്രീകളാണെങ്കിൽ അവരെ ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. ഈ 50 വയസ്സിലും 40 വയസ്സിലുള്ള സ്ത്രീ പുരുഷന്മാരെ, മെയിൽ ആൻഡ് ഫീമെയിൽസിനെ, ഇപ്പൊ അവർക്കൊക്കെ എത്ര പേർക്ക് ഷുഗർ ഉണ്ട്, എത്ര പേർക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്താണ് മൊത്തമായിട്ട് എന്താണ് അവരെ ജനറൽ ആയിട്ട് ഒരു കാറ്റഗറി ആക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, പിടികിട്ടുന്നുണ്ടോ? ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ കണക്ട്സ് ഫ്രണ്ട് ഓഫീസ് ആൻഡ് ബാക്ക് ഓഫീസ് ഫംഗ്ഷൻ. അതുകൂടാതെ റിസപ്ഷൻ ഏരിയയും അതുപോലെ തന്നെ ബാക്ക് ഓഫീസ് കൺസൾട്ടിങ് ഏരിയയും തമ്മിൽ എന്താണ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇതായിട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു എന്താണ് കോർഡിനേഷന് സഹായിക്കുന്നത് എന്താണ് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ല എന്താണ് CRM സോഫ്റ്റ്വെയർ എന്ന്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, CRM സോഫ്റ്റ്വെയർ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ? ഓക്കെ. ഓക്കെ. ഇനി വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. എന്തൊക്കെയാണ് ഒരു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ എന്താണ് ഒരു റിസപ്ഷന്റെ വൈറ്റൽ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് വരുന്നത് ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ആ റിസപ്ഷൻ ഏരിയയുടെ ചുമതലകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അതായത് ഒരു കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അത് അനലൈസ് ചെയ്യുകയും വേണം.
ഓക്കെ, ഒരു പേഷ്യന്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്താണ് ഒരു ഡോക്ടറെ കാണാനായിട്ടൊക്കെ വരുമ്പോൾ അവരുടെ പ്രോബ്ലം എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്യുക കൂടെ വേണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്. അതുപോലെ തന്നെ ഇപ്പൊ കസ്റ്റമേഴ്സിന്, ഒരു കൂട്ടം കസ്റ്റമേഴ്സിന് എന്താണ്, ചിലപ്പോ ജനറൽ ആയിട്ട് ഒരു കംപ്ലൈന്റ് തന്നെ ആയിരിക്കും പറയാനുണ്ടാവുക. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ല, ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഭൂരിഭാഗം മെജോറിറ്റി ഓഫ് കസ്റ്റമേഴ്സിനും കംപ്ലൈന്റ് ഉണ്ടാവുക ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ തന്നെ ആയിരിക്കും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവത്തിലായിരിക്കും അവർക്ക് ഇതുണ്ടായിരിക്കുക. അപ്പോ അതെന്താണെന്ന് തിരിച്ചറിയുകയും അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും വേണം. അതാണ് രണ്ടാമത് പറയുന്നത് കേട്ടോ. റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്. കസ്റ്റമറിന്റെ കംപ്ലൈന്റ്സ് എന്താണ്, അതെന്താണെന്ന് തിരിച്ചറിയണം. അത് വരുന്നത് ജനറലി എന്താണ്, ഒരു പ്രോബ്ലം തന്നെയായിരിക്കും ഒരു കൂട്ടം ആളുകൾക്ക് ഉണ്ടാവുക. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് വരുന്നത് ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതായത് അത് പറയുന്നത് ഉപഭോക്തൃ ബന്ധങ്ങൾ വളർത്താനായിട്ട്, അതായത് നമ്മുടെ കസ്റ്റമറിന്റെ റിലേഷൻ പ്രോഗ്രസ് ചെയ്യിപ്പിക്കാനായിട്ട്, വളർത്തുന്നതിന് വേണ്ടിയിട്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഇപ്പൊ കസ്റ്റമർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് എന്താണ്, പുതിയ പുതിയ ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോ ഹോസ്പിറ്റലിൽ അധികം ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ, ഇപ്പൊ പുതുതായിട്ട് 1-2 ഹോസ്പിറ്റലാണ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് കസ്റ്റമറിന് ഏറ്റവും എളുപ്പത്തിൽ ഡോക്ടറെ കാണാനും അവരെ കണ്ട് തിരിച്ചു പോകാനുമുള്ള ഒരു ഈസി മെത്തേഡ് ആയിട്ട് എന്ത് ചെയ്യണം, ഈസി മെത്തേഡുകൾ എന്ത് ചെയ്യണം, അതായത് സാങ്കേതിക വിദ്യ അല്ലെ, അതിവിടെ പറയുന്നുണ്ട്. ഓക്കെ, ടെക്നിക്സ്, പുതിയ പുതിയ ടെക്നിക്സുകൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കുന്നതിലൂടെ കസ്റ്റമർക്ക് എളുപ്പത്തില് ഡോക്ടറെ കാണാനും പറ്റും, തിരിച്ച് വീട്ടിൽ പോകാനും പറ്റും. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് യൂസ് 2-way കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ലെവൽ വിത്ത് പീപ്പിൾ, ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലം. അതായത് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ശൈലി അല്ലെ, നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ഉണ്ട്, അത് നിലനിർത്തുക, അതിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അതായത് ആളുകൾ വരുമ്പോൾ അവരോട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക. ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കട്ടെ, 1-way കമ്മ്യൂണിക്കേഷൻ അല്ല കേട്ടോ. ഒരാള് മാത്രം എല്ലാം പറഞ്ഞ് അങ്ങനെയുള്ള ഒരു രീതി ആയിരിക്കരുത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരാള് എന്തെങ്കിലും നമ്മളോട് വന്ന് പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് നമ്മള് എന്താ ചെയ്യുക, നമ്മള് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നമ്മളത് കേൾക്കുക. ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കാനായിട്ട് മുൻകൈ എടുക്കുക. അതുപോലെ തന്നെ ആ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ അതിന് എന്ത് ചെയ്യുക, മറുപടി പറയുക, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കൊടുക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, 2-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. രണ്ടുപേരും അന്യോന്യം പറഞ്ഞ്, അതായത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ധാരണയിലെത്തുക. ഓക്കെ, അപ്പൊ അത് മറ്റുള്ള ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളുമായിട്ട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരുടെ പ്രോബ്ലംസ് കേട്ട് അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി അവർക്ക് എന്താണ്, എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ്, എന്തെങ്കിലും എന്താ പറയാ, എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോ തുറന്ന് എന്തെങ്കിലും ചർച്ചയ്ക്ക് എന്തെങ്കിലും വഴിയൊരുക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഈ ഒരു നമ്മുടെ ഈ ഒരു പേഷ്യൻസ് വന്ന് അവരുടെ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ആ പ്രോബ്ലം തിരിച്ചറിഞ്ഞിട്ട് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്? ഓക്കെ,
ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ കേട്ടോ. ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻ തന്നെയാണ് പറയുന്നത് ഹോസ്പിറ്റലിലെ. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ കേട്ടോ. ദ പേഷ്യന്റ് ജസ്റ്റ് കമ്മിങ് ഫോർ ട്രീറ്റ്മെന്റ് ഓർ വില്ലിംഗ് ടു ഷോ എ കൺസൾട്ടന്റ്. ആദ്യം തന്നെ പേഷ്യന്റ് വരുന്നത് അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഗസ്റ്റ് എന്താണ് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ വരുന്നത്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കൺസൾട്ടന്റിനെ കാണിക്കാനായിട്ടാണ് രോഗികൾ ആദ്യം വരുന്നത്. അപ്പോ ഫസ്റ്റ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് രജിസ്റ്ററിങ് ഗസ്റ്റ് ആണ്. അതായത് പേഷ്യൻസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ. നമ്മൾ കാണിച്ചു, ആ ഒരു CRM സോഫ്റ്റ്വെയറിൽ കാണിച്ചു, രജിസ്ട്രേഷന്റെ ഒക്കെ ഒരു ഇത് കാണിച്ചു, നമ്മൾ ഫോം കാണിച്ചു. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതാണ്, എന്തൊക്കെയാണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റ്സ്, അവരെന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ആദ്യം തന്നെ വരുന്നത് ഇവിടെ രജിസ്റ്ററിങ് ഗസ്റ്റ് ആണ് കേട്ടോ. അതായത് ഗസ്റ്റുകളെ, ഇവിടെ ഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിനെയാണ് കേട്ടോ. അതായത് ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുന്നു. ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ. അതായത് എല്ലാ മറ്റു വകുപ്പുകൾക്കും അത്യാവശ്യമായ ഈ ഒരു പേഷ്യൻസിന്റെ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടതെന്നാണെന്ന് പറയുന്നത്. റിസപ്ഷൻ ഏരിയ മാത്രമല്ല പേഷ്യൻസിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടത്. എന്താണ്? ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യണം? ഈ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതെന്താന്ന് വെച്ചാല് മെഡിക്കൽ റെക്കോർഡിന്റെ, അതായത് മെഡിക്കൽ റെക്കോർഡൊക്കെ കീപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഏതെങ്കിലും പേഷ്യന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നതെങ്കിൽ അഡ്മിഷന്റെ റെക്കോർഡുകള്, കൂടാതെ ബില്ലിങ്ങിന്റെ റെക്കോർഡുകള്, പിന്നെ വാർഡ് ഡയഗ്നോസ്റ്റിക്. ഇപ്പോൾ വാർഡിൽ ഏതെങ്കിലും ഒരു പേഷ്യന്റ് കിടക്കുവാണെങ്കിലോ, അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് രോഗനിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും പേഷ്യന്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിലോ, ഇനി എന്താണ് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി, അതേഴ്സ് എന്ന് പറയുന്നത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു റെക്കോർഡുകളും കാര്യങ്ങളും ഈ ഒരു മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളും സൂക്ഷിക്കുന്നുണ്ട്. റിസപ്ഷൻ ഏരിയയിൽ മാത്രമല്ല പേഷ്യന്റിന്റെ റെക്കോർഡും കാര്യങ്ങളും സൂക്ഷിക്കുന്നത് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. എന്തൊക്കെയാണ് ഒരു രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റകൾ? ഓക്കെ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, നമുക്കൊരു ഡോക്ടറെ കാണണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ആണ് അല്ലെ. അപ്പൊ ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്? അപ്പൊ ഇന്നത്തെ പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ ഡാറ്റ, എനി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫയബിൾ നാച്ചുറൽ പേഴ്സൺ. അതായത് നമ്മള് എന്താ പറയാ, ഇപ്പോ അതായത് നമ്മളെ തിരിച്ചറിയുന്ന രേഖകളാണ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? അതായത് നമ്മുടെ പേര് വരും, നമ്മുടെ അഡ്രസ്സ് അല്ലെ, നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് കേട്ടോ. ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫോൺ നമ്പർ. ഓക്കെ. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. അതായത് ഇവിടെ വരുന്ന പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണം. അതെന്തിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നേ? ഒന്ന് വായിച്ചേ ജലജ, ഒന്ന് വായിച്ചേ. എന്തൊക്കെയായിരിക്കും ഇത്? താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, പാക്കേജ്, ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ആൻഡ് ഡയഗ്നോസ്റ്റിക്. ഓക്കെ. പേഷ്യന്റ് അവിടെ വന്നു കഴിഞ്ഞാല് അവർ ഇത്രയും കാര്യങ്ങളൊക്കെ തരുമോ അല്ലെ? രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അവരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാണ്? അവർക്ക് ചില കാര്യങ്ങള് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതെന്തൊക്കെയാണ്? താരിഫിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതായത് ആ ഒരു ഹോസ്പിറ്റലില് ഉണ്ടാകുന്ന കോസ്റ്റ് എന്തൊക്കെയാണ്, എത്ര എമൗണ്ട് ആണ് വരുന്നത് ഓരോ ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും, ഡോക്ടർമാരുടെ ഫീസ് എത്രയാണ്, പിന്നെന്താണ് കൺസൾട്ടിങ് ഫീസ് എത്രയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആദ്യമേ തന്നെ പേഷ്യൻസിനോട് നമ്മൾ പറയും. അതാണ് താരിഫ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് സീനിയർ സിറ്റിസൺ ക്ലബ്ബുകൾ ഉണ്ടാകും. അതായത് ഇപ്പോ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ധാരാളം വാർദ്ധക്യം അനുഭവിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ക്ലബ്ബുകളും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? ഈ ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അവരെ അവെയർ ചെയ്ത് കൊടുക്കും. പിന്നെ അതർ പാക്കേജ്, ഇപ്പൊ ചിലപ്പോ എന്താണ്, ഇപ്പൊ പ്രായമായിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ സീനിയർ, അതായത് ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മൂലം കഷ്ടപ്പെടുന്ന രോഗികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ്, അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ പേഷ്യന്റിന്റെ രോഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതർ പാക്കേജില് വരുന്നതാണ്. ഇനി അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്, പിന്നെ എന്തൊക്കെയാണ് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ? ബ്ലഡ് ടെസ്റ്റ് ഉണ്ടോ, എക്സ്റേ എടുക്കാനുള്ള സൗകര്യം ഉണ്ടോ, അല്ലെങ്കിൽ MRI എടുക്കാനുള്ള സൗകര്യം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ എമർജൻസി ഇൻ പേഷ്യൻസ്, പിന്നെ എമർജൻസി പേഷ്യൻസ് എവിടെയാണ് ആ ഒരു വിഭാഗം, എമർജൻസി പേഷ്യൻസിന്റെ വിഭാഗം എവിടെയാണ്, പിന്നെ ഇൻ പേഷ്യന്റ് വിഭാഗം എവിടെയാണ്, അതായത് പേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ആ ഒരു ഏരിയ, അതിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ഈ ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു ഗസ്റ്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റിൽ വരുന്നത് കേട്ടോ. അപ്പൊ താൽപ്പ് വരുന്നുണ്ട്, സീനിയർ സിറ്റിസൺ ക്ലബ്ബ് വരുന്നുണ്ട്, അതർ പാക്കേജസ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്, എമർജൻസി ഇൻപേഷ്യൻസ്. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ക്യാഷ് കളക്ഷൻ ആണ് കേട്ടോ. The registered amount to be collected from the guest and should be deposited to the cash at the end of the day before closing the counter hand over to another person. അതായത് നമ്മളിപ്പോ എന്താണ് ഒരു റിസപ്ഷനിലൊക്കെ ഇരിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അത് ക്യാഷ് കളക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതായത് നമ്മളിപ്പോ ക്യാഷ് കളക്ഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം, അതായത് നമ്മളിപ്പോ ഒരു ഡെയിലി, അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തില് നമ്മൾ എത്ര രൂപയാണോ കളക്ട് ചെയ്തത്, പേഷ്യൻസിന്റെ നിന്ന് കളക്ട് ചെയ്ത പൈസ, ആ പൈസ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാനിപ്പോൾ രാവിലെ തന്നെ, ഇപ്പൊ രാവിലെ 7 മണിക്ക് തന്നെ ഡ്യൂട്ടി കയറിയത്, 3 മണി 4 മണി ആകുമ്പോൾ എന്റെ ഡ്യൂട്ടി കഴിയും. ഓക്കെ, ആ ഒരു സമയത്ത് എന്റെ ഡ്യൂട്ടി കഴിയും. അപ്പൊ അത്രയും സമയം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എമൗണ്ട് എന്റെ ഡ്യൂട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ചില ഹോസ്പിറ്റലുകളാണെങ്കിൽ മെഷീൻ ഉണ്ടാവും, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെഷീൻ ഉണ്ടാവും, ആ മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതില്ലാത്ത ഹോസ്പിറ്റലുകളാണെങ്കിൽ എന്താണ്, ഡ്യൂട്ടിക്ക് വേറെ ഒരാൾ വരുമ്പോൾ എനിക്ക്, അതായത് ഞാൻ പോയതിനു ശേഷം എന്റെ ചെയറിൽ എനിക്ക് പകരം ഡ്യൂട്ടി ചെയ്യാൻ വന്നിരിക്കുന്ന ആളുടെ അടുത്ത് എന്ത് ചെയ്യണം? ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഹാൻഡ് ഓവർ ചെയ്യണം. അത് എത്ര തുകയാണെങ്കിലും എന്ത് ചെയ്യണം? നമ്മള് ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പൊ രാവിലെ 7 മണി തൊട്ട് ഒരു വൈകുന്നേരം 3 മണി വരെ എന്റെ കയ്യിൽ കിട്ടിയത് 50,000 രൂപയാണെങ്കിൽ ആ 50,000 രൂപ ഞാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ ആ മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ഷിഫ്റ്റിൽ വരുന്ന ആളുടെ കയ്യിലേക്ക് അതെന്ത് ചെയ്യണം? ഹാൻഡ് ഓവർ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിങ് കേട്ടോ, അതാണ് പറയുന്നത്. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺ അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. അതൊരു ജസ്റ്റ് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നതാണ്, അത് നോക്കണം എന്നില്ല കേട്ടോ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് അല്ല. ഇന്നത്തെ പോയിന്റ് വരുന്നത് ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോർട്ടിയസ്. അതായത് എന്താ പറയുന്നേ, മര്യാദ പാലിക്കാനാണ് പറയുന്നത് കേട്ടോ. നല്ല വിനയത്തോടു കൂടി നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യണം? നമ്മള് ഇതിന്റെ അടുത്ത് എന്ത് ചെയ്യണം? ബിഹേവ് ചെയ്യണം. ഓക്കെ, എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് വിനയത്തോട് കോർട്ടിയസ് ആയിട്ട് എന്ത് ചെയ്യണം? ആളുകളുടെ അടുക്കൽ നമ്മൾ പെരുമാറണം. രണ്ടാമത്തത് പ്രാക്ടീസ് കോർട്ടസി, സേഫ് പ്ലീസ്. അതായത് നമ്മള് വിനയം, അല്ലെ, നമ്മള് കോർട്ടസി അഥവാ വിനയത്തോടു കൂടി വിനയം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ എന്താ പറയാ, പ്ലീസ് പറയേണ്ടടുത്ത് പ്ലീസ് നമ്മള് പറയണം. ഓക്കെ, പേഷ്യൻസ് വരുമ്പോഴെന്ത് ചെയ്യാ, നമ്മൾ അധികം ചൂടാവാനൊന്നും നിൽക്കാതെ എന്ത് ചെയ്യാ, എന്തെങ്കിലും ഇപ്പൊ അവര് ചൂടായിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാ, അവരുടെ അടുത്ത് നമ്മൾ എന്ത് പറയണം? എന്താ പറയണ്ടേ? സേ പ്ലീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. അതായത് അവരെന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് എന്ത് ചെയ്യാ, ക്ഷമയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. ക്ഷമയോടുകൂടി എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇനി അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. പിന്നെ എന്താ പറയുന്നേ, അതായത് മറ്റ് കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളുക. അതായത് രോഗിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പേഷ്യന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? നമ്മള് ചിന്തിച്ച് നോക്കണം.
ഓക്കെ, അതായത് അവരോട് നമ്മൾക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസോട് കൂടി പെരുമാറാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അവരുടെ ഭാഗത്ത് നിന്നും കൂടി തിങ്ക് ചെയ്യണം. ഓക്കെ, അതായത് നമ്മുടെ ഭാഗം മാത്രം ചിലപ്പോ അവരെന്താണ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട അവസ്ഥയിലായിരിക്കും നമ്മളോട് വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ തിരിച്ചെന്ത് ചെയ്യരുത്, അതുപോലെ ദേഷ്യപ്പെടാൻ നിൽക്കാതെ അവരെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ദേഷ്യപ്പെടുന്നതെന്നും കൂടി എന്ത് ചെയ്യണം, നമ്മള് ചിന്തിക്കണം. എന്നിട്ട് വേണം നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അലോ ക്രിറ്റിസിസം, അതായത് വിമർശനം അനുവദിക്കും. ഇപ്പോ പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം ആണ് വരുന്നതെങ്കിൽ അതെന്ത് ചെയ്യുക, അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരു പേഷ്യൻസ് എന്ത് ചെയ്യില്ല, ചൂടാവുക ഇല്ല അല്ലെ. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിലെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയിൽ ഉണ്ടായാൽ മാത്രമാണ് അങ്ങനെ പേഷ്യന്റ് പെട്ടെന്ന് എന്ത് ചെയ്യുക, അവർക്ക് ദേഷ്യം വരിക. അപ്പൊ എന്തുകൊണ്ടാണ് അവരെങ്ങനെ പറയുന്നതെന്ന് അത് കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഓക്കെ, ഇനി 5th വൺ എന്ന് പറയുന്നത് റിപ്പോർട്ട് മേക്കിംഗ് ആണ്. അതായത് ഹോസ്പിറ്റലുകളിൽ എന്താണ് റിപ്പോർട്ട് മേക്കിംഗ് ചെയ്യാറുണ്ട്, റിപ്പോർട്ട്സുകൾ എഴുതാറുണ്ട്. അതെന്തിനൊക്കെയാന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന് സെൻസസ് റിപ്പോർട്ട്, മറ്റൊന്ന് അതർ റിപ്പോർട്ട്സ് എന്ന് പറയും. സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരുന്ന ഇൻപേഷ്യന്റ്, അതായത് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ അവിടെ ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ കൺസൾട്ടൻസിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന രോഗികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെയൊക്കെ എന്താണ് എണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് റിപ്പോർട്ട് എടുക്കുക. രണ്ടാമത്തത് അതർ റിപ്പോർട്ടുകൾ. അതിനകത്ത് ഇപ്പോ എന്താ പറയുക, ഇപ്പൊ പേഷ്യൻസിനെ അതായത് അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ എണ്ണം എത്രയാണ്, നഴ്സുമാരുടെ എണ്ണം എത്രയാണ്, ടോട്ടൽ സ്റ്റാഫിംഗ് എത്രയാണ് ഹോസ്പിറ്റലിന്റെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു അതർ റിപ്പോർട്ടില് വരുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? വൈറ്റൽ ഫങ്ഷൻസ് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? നിങ്ങൾ അറിയാം, അതായത് കസ്റ്റമർ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ലീവ് ചെയ്തു പോകുന്നത്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്തുകൊണ്ടാണ് കസ്റ്റമർ മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും നിൽക്കാതെ പെട്ടെന്ന് പോകുമല്ലോ ചില രോഗികൾക്ക്, എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. പല കാരണങ്ങളുണ്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ നിന്ന് പോവാനായിട്ട്. അങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളാണ്, കുറച്ച് റീസൺസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1% ഡൈ ആണ്, അതായത് 1% ആളുകൾ മരിക്കുന്നു. ഓക്കെ, മരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത് ജലജയ്ക്ക്? മനസ്സിലായി. ഓക്കെ, ഇപ്പൊ 1% ഡൈ ആയി പോകുന്നു, 3% മൂവ് അവേ. പിന്നെ എന്താണ്, 3% ആളുകള് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു കേട്ടോ. മൂവ് അവേ ചിലപ്പോ എന്താണ് അതായത് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് മേടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ സർവീസ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് പോകാം. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇനി 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. പിന്നെ 5% ആള് 5% ആളുകളും ഇപ്പോ മറ്റു ഹോസ്പിറ്റലുകളിലെ നല്ല നല്ല സേവനങ്ങൾ കേട്ടിട്ട്, ഇപ്പൊ ചില വ്യക്തികളൊക്കെ, ചില പേഴ്സൺസ് ഒക്കെ വന്ന് പറയുമല്ലോ, ആ ഹോസ്പിറ്റലിലെ സേവനം അങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഇവിടത്തെ പോലെയല്ല എന്നൊക്കെ വന്ന് പറയുമ്പോഴെന്താണ്, അവരവരുടെ മൈൻഡ് മാറിയിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് ചേഞ്ച് ആവും. അങ്ങനെ 5% പേര് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയും പോകുന്നുണ്ട്. ഇനി 9% ലീവ് ഫോർ കോമ്പറ്റിറ്റീവ് റീസൺസ്. ഇനി 9% ആളുകള് കോമ്പറ്റിറ്റീവ് റീസൺസ് കൊണ്ട് പോകുന്നുണ്ട്. അതായത് ഇപ്പൊ ആശുപത്രികളിൽ തന്നെ എന്താണ്, ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഏറ്റവും നല്ല സർവീസ് എവിടെയാണോ കൊടുക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യുള്ളൂ, ആളുകള് ചെല്ലുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പറ്റിറ്റീവ് റീസൺസും കൊണ്ട് എങ്ങനെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. ഒരു 9% ആളുകൾ പോകുന്നത് കോമ്പറ്റിറ്റീവ് റീസൺ കൊണ്ടാണ്. ഇനി 14% ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇനി 14% 14% ഓഫ് ആളുകൾ പോകുന്നത് അവിടെയുള്ള ആ ഒരു സേവനത്തില് അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അതായത് അവരതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിലെ സർവീസ്, ഇപ്പോ റിസപ്ഷൻ സർവീസ് ആയാലും ഡോക്ടേഴ്സിന്റെ സർവീസ് ആയാലും നഴ്സുമാരുടെ സർവീസ് ആയാലും, ആ ഒരു ഹോസ്പിറ്റലിലെ ഓവറോൾ സർവീസ് മോശമാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലില് രോഗികൾ അധികം നേരം നിൽക്കില്ല. അപ്പൊ അങ്ങനെ പോകുന്നവരുടെ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത്
14% ആണ്. ഇനി അറ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കോർട്ടിയസ് സർവീസ്. അതായത് 68% പേരും 68% ഓഫ് പീപ്പിൾ അവിടെ നിന്ന് പോകുന്നത് മാന്യമല്ലാത്ത സേവനം കാരണമാണ് കേട്ടോ. അത് മെയിൻ ആയിട്ട് വരുന്നത് റിസപ്ഷന്റെ ഏരിയയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, റിസപ്ഷന്റെ ഏരിയയിലാണ് നമുക്ക് എന്തുണ്ടാവുക, അതായത് മാന്യമല്ലാത്ത ഒരു എന്താ പറയാ ഒരു സർവീസ് നമ്മൾ കൊടുക്കുക അല്ലെ. മാന്യമല്ലാത്ത സേവനം എവിടെയാണ് ഉണ്ടാവുക, റിസപ്ഷന്റെ ഏരിയയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകള് ലിവ് ചെയ്തു പോകുന്നത് ആ ഒരു റിസപ്ഷനിസ്റ്റുകളുടെ എന്താ പറയാ പെരുമാറ്റം കാരണമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് എങ്ങനെയാണ് പോകുന്നത്. 1% ഡൈ ആയി പോകുന്നു, 3% മൂവ് അവേ, 5% develop other relationship, 9% live for competitive reasons, and 14% are dissatisfied with the product or service. 68% live because rude or discourteous service. Okay, ഒന്ന് വായിച്ചേ മോളേത്. ഇവിടം തുടങ്ങി വൈറ്റൽ ഫങ്ഷൻസ് തുടങ്ങി ഇപ്പൊ ഇവിടം വരെ എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. Vital function of the front office to identify and analyze customer needs and problems, recognize the most common reason for the customer complaints, discover the technique to cultivate and maintain a special customer relationship, access the communication style and use two-way communication skills to level with the people, to accept feedback from them, and to discuss problem, identify specific problem in the customer service, program and apply treatment functions of the front office, registration, the patient best coming from the treatment or willing to show a consultant. Registration business. The hospital needs to keep the complete register of best essential for other department as well. Medical reports, admission, billing, ward, diagnostic, other. ഇത് വായിച്ചു തന്ന ഡാറ്റ needed for registration. Registration, personal data, any information relating to and identify to the identifier needs to person, external name, address, phone number, information to the rest, tariff, senior club, senior citizen club, other packaging, other investigation, laboratory, diagnostic, emergency inpatient, cash collection. The registration amount to be collected from the bus stand should be deposited to the cash at the end of the day before closing the counter, handover and another person. Inquiry handling. Be considered friendly and courteous. Practice courtesy security. Please explain to the patiently, accommodate another viewpoint, allow criticism, report making, service report, other report. Do you know why the customer leave? 1% die, 3% move away, 5% develop other relationship, 9% leave for the complete reason, 40% are dissatisfied with the product or service, 60 leave because of the rude of discourteous service. Okay. നെക്സ്റ്റ് നോക്കിയത് കസ്റ്റമർ വാണ്ട്സ് യു ടു. അതായത് കസ്റ്റമർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ്? നിങ്ങളൊരു റിസപ്ഷനിസ്റ്റ് ആയാല്
കസ്റ്റമർ എന്താണ് നിങ്ങൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീറ്റ് ആണ് കേട്ടോ. അതായത് പേഷ്യൻസ് അവിടെ ചെല്ലുമ്പോൾ അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരെന്ത് ചെയ്യുക, വന്നിക്കുക അല്ലെ, ഗ്രീറ്റ് ചെയ്യുക. അത് കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. ഇനി അടുത്തത് വാല്യൂ, അതായത് അവർക്ക് മൂല്യം കൊടുക്കുക, വാല്യൂ കൊടുക്കുക. അപ്പൊ കസ്റ്റമർ ഇപ്പൊ ഏത് തന്നെ കസ്റ്റമർ ആയാലും ഏത് തന്നെ പേഷ്യൻസ് ആയാലും ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന പേഷ്യന്റ് ആയാലും ഇപ്പൊ ഫിനാൻഷ്യൽ ആയിട്ട് കുറച്ച് ടോപ്പിൽ നിൽക്കുന്ന പേഷ്യൻസ് ആയാലും എന്താണ്, അവർക്ക് എന്താണ് ഒരുപോലെ എന്ത് ചെയ്യുക, വാല്യൂ കൊടുക്കുക. ഇനി മൂന്നാമത്തെ പറയുന്നത് ഹെൽപ്പാണ് കേട്ടോ. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു കൊടുക്കാനായിട്ട് കസ്റ്റമർ പ്രതീക്ഷിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് കാര്യമാണ് ഇപ്പോ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പേഷ്യൻസ് എന്ന നിലയ്ക്ക് എന്ത് കാര്യമാണ് അവർ ചോദിക്കുന്നത്, അതിനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇവർ ചെയ്തു കൊടുക്കണം. അത് ഒരു എന്താ പറയാ, കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ലിസൺ, അതായത് കസ്റ്റമറെ കേൾക്കുക എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പേഷ്യൻസ്, അതായത് പേഷ്യൻസ്, ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്ന പേഷ്യൻസ് ആണ് ഹോസ്പിറ്റലില്. അവർ വരുമ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ്, അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവർക്ക് എന്തൊക്കെയാണോ, ചിലപ്പോൾ അരമണിക്കൂർ നേരെ അവർക്ക് കാര്യങ്ങൾ പറയാനുണ്ടാകും. ആ അരമണിക്കൂർ എന്ത് ചെയ്യുക, അവരെ കേട്ടിരിക്കുക എന്നുള്ളത് അവരെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി ഇൻവൈറ്റ് ബാക്ക്, അതായത് തിരികെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മള് അതായത് ഇപ്പോ പേഷ്യന്റ് വന്നു, റിസപ്ഷനിസ്റ്റുമായിട്ട് സംസാരിച്ചു, അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്തു കൊടുത്തു. ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു റിസപ്ഷൻ ഏരിയയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു താങ്ക്സ് പറയാണ് അല്ലെ. കസ്റ്റമർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പേഷ്യൻസ് എന്ത് ചെയ്യും, താങ്ക്സ് പറയും. അപ്പൊ എന്താണ്, എന്തെങ്കിലും ഇപ്പൊ ഒരു റിസപ്ഷനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ പറയും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ തിരിച്ച് ഞങ്ങളുടെ ഈ ഒരു സർവീസിലേക്ക് എന്ത് ചെയ്യാണ്, എപ്പോഴും വേണമെങ്കിലും എന്താണ് താങ്കൾക്ക് വരാമെന്നൊക്കെ എന്താണ് അവരെന്ത് ചെയ്യാണ്, വീണ്ടും എന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്യാണ്. അതാണ് ഇവിടെ ഇൻവൈറ്റ് ബാക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആരാഗ്രഹിക്കുന്നത്, ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യുക, പിന്നെ അവർക്ക് വാല്യൂ കൊടുക്കുക, പിന്നെ ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഔട്ട് പേഷ്യന്റ് ഏരിയ OPDR. അതായത് ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ഔട്ട് പേഷ്യന്റ് ഏരിയയുടെ അണ്ടറിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻ റിസപ്ഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവിടെ എന്തുണ്ടാവും, ഒരു മെയിൻ ആയിട്ടുള്ളൊരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവും അല്ലെ. വലിയ വിശാലമായിട്ടുള്ള അല്ലെ ഒരു റിസപ്ഷൻ ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം റിസപ്ഷനിസ്റ്റുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണത്. ഇനി രണ്ടാമതെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ റൂം ഉണ്ടാവും. അതിനടുത്ത് തന്നെ ആയിരിക്കും എന്തുണ്ടാവുക, ഡോക്ടർമാരുടെ റൂമുകൾ ഉണ്ടാവുക. അപ്പൊ കൺസൾട്ടേഷൻ റൂമുകൾ ഉണ്ടാകും. പിന്നെ ഡയഗ്നോസ്റ്റിക്, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റൂംസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതായത് ECG എടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും, എക്കോ എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും, MRI, CT സ്കാൻ, പിന്നെ ബ്ലഡ് ടെസ്റ്റിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ആ ഒരു അവൈലബിലിറ്റി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ്, 3 കാര്യങ്ങളാണ് ആ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്നത്. ഒന്ന് മെയിൻ റിസപ്ഷൻ, 2 കൺസൾട്ടേഷൻ ഏരിയ, 1 ഡയഗ്നോസ്റ്റിക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. അതായത് ചില ചാലഞ്ചസുകൾ ഉണ്ട് ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് നേരിടുന്ന. അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചില ചാലഞ്ചസുകൾ ഉണ്ട്, ആ ചാലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത്, അതായത് വെല്ലുവിളികളാണ് കേട്ടോ. ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യാൻ ആരംഭിച്ചാല് അവിടെ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില ചാലഞ്ചസ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തേതെന്ന് പറയുന്നത് മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, അതായത് രോഗിയുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുക. ഇപ്പൊ പല പേഷ്യൻസും ഡിഫറെന്റ് ആണ്. ഒരു പേഷ്യന്റിന്റെ പ്രശ്നം ആയിരിക്കില്ല മറ്റൊരു പേഷ്യന്റ് ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ ഇപ്പൊ രണ്ടോ അല്ലെങ്കിൽ 3 പേര് ഒരുമിച്ച് നമ്മുടെ ഒരു കൗണ്ടറിലേക്ക് വരികയാണ്, റിസപ്ഷൻ കൗണ്ടറിലേക്ക് വരുവാണ്. 3 പേർക്കും 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പോ 3 പേർക്കും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറെ വേറെയാണ് അല്ലെ.
അപ്പൊ അത് ഓരോരുത്തരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ ഇമോഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കണം. ഓക്കെ, ഒരാൾക്കല്ല ചെയ്യേണ്ടത് അല്ലെ. ഒരു OP അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയയിൽ പലതരത്തിലുള്ള പേഷ്യൻസ്, അത് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ എന്താണ് പേഷ്യൻസിന്റെ ഒരു ഫ്ലോ ഉണ്ടാവും അല്ലെ. നൂറുകണക്കിന് ആളുകളാണ് അവിടെ വരുന്നത്. ഈ നൂറുകണക്കിന് ആളുകൾക്കും എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മള് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള എന്ത് ചെയ്യണം, സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കണം. അത് വലിയൊരു ചാലഞ്ച് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ചാലഞ്ച് തന്നെയാണ് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ ആളുകളെ അല്ല നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു ദിവസം തന്നെ പലതരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിൽ എന്താണ്, അതൊരു ചാലഞ്ച് തന്നെയാണ്. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വേറ്റ്. അതായത് ഇവിടെ പറയുന്നത് ഫോൺ മര്യാദകൾ പാലിക്കാനായിട്ടാണ്. ഓക്കെ, അതായത് ഇപ്പൊ സാധാരണ പേഷ്യൻസ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, അവര് നോർമലി എന്ത് ചെയ്യും, വിളിച്ചു ചോദിച്ചിട്ടായിരിക്കും അല്ലെ ഹോസ്പിറ്റലിലേക്ക് വരിക. അതായത് ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇന്ന സർവീസ് അവിടെ അവൈലബിൾ ആണോ എന്ന് വിളിച്ചാദ്യം ചോദിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവര് വിളിക്കുമ്പോഴെന്താണ് നമ്മള് എന്താ പറയാ, ഫോൺ മര്യാദകൾ പാലിക്കുക. ഫോൺ എറ്റിക്വേറ്റ് എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഫോൺ മര്യാദകൾ പാലിക്കാനായിട്ട് നമ്മള് ശ്രമിക്കണം. ഇപ്പൊ അവരെന്താണ്, ഇപ്പൊ അവരാദ്യം നമ്മളെ വിളിച്ചു, അപ്പൊ അവര് ചോദിക്കുകയാണ് ഇന്ന സർവീസ് ഇവിടെ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ ഇന്ന് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാല് നമ്മള് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ഫോൺ ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെയുള്ള പിന്നെ ആദ്യം തന്നെ ഫോൺ നമ്മള് റിസീവ് ചെയ്യുമ്പോൾ അവരെ എന്ത് ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം. നമസ്തേ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവരെ ഗ്രീറ്റ് ചെയ്യണം. പിന്നെ എന്താണ് താങ്കൾക്ക് ആവശ്യം, എന്താണ്, അങ്ങനെയുള്ള സംബോധനകളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. അതായത് പേഷ്യന്റിന്റെ ഫ്ലോ ഇപ്പോ കൺസൾട്ടേഷൻ ഏരിയകളിലും അതുപോലെ തന്നെ മറ്റ് ഫാർമസി അങ്ങനെയുള്ള ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ പേഷ്യന്റ് ഒഴുക്കെന്ന് പറയുന്നത് കൂടുതലായിരിക്കുള്ളൂ. കാരണം ധാരാളം പേഷ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഫാർമസി ആയാലും കൺസൾട്ടേഷൻ ആയാലും റിസപ്ഷൻ ആയാലും ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം, അവരുടെ ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യണം. അതായത് കൂടുതൽ റഷ് ഉണ്ടാവാനായിട്ടുള്ള, കൂടുതൽ തിരക്കുണ്ടാവാനായിട്ടുള്ള സാധ്യത ആ ഏരിയയിൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു തിരക്കിനെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കാത്തിരിപ്പ്, വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, നമ്മൾ മാനേജ് ചെയ്യണം. ഇപ്പൊ എന്താണ്, ഇപ്പോ കുറെ പേഷ്യൻസ് വെയിറ്റിംഗ് ആണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. ഡോക്ടർ എന്താണ് ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് ഡോക്ടർ വരുന്ന ടൈം എന്ന് പറയുന്നത് കൂടുക അല്ലെ. അതായത് അവര് വരാനുള്ള സമയം എന്ന് പറയുന്നത് ലോങ് ആയിരിക്കും. അപ്പോ എന്താണ്, പേഷ്യന്റ് ഇവിടെ വെയിറ്റിംഗ് ആണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക. അതായത് ഡോക്ടർ ഒരു സർജറിയിലാണ്, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെ കഴിഞ്ഞിട്ടേ ഡോക്ടർ ഇവിടെ വരുള്ളൂ എന്ന് പേഷ്യന്റിന് എന്ത് ചെയ്യുക, ഇൻഫോർമേഷന് കൊടുക്കുക. അങ്ങനെ പേഷ്യന്റ് ആ ഒരു ടൈം എന്ന് പറയുന്നത് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കംപ്ലൈന്റ് റെസൊല്യൂഷൻ. അതായത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം നൽകുക. അതാണ് കംപ്ലൈന്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ 4 പോയിന്റ് മനസ്സിലായോ? ചാലഞ്ച് മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ഗോൾ ആണ് കേട്ടോ. അതായത് ഒരു റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ മെയിൻ ഗോൾ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ, satisfaction on their face and feeling of having been well taken care of by you and your employees, colleagues. അതായത് നിങ്ങളുടെയും, അതായത് ഇപ്പോ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ, ആ ഒരു റിസപ്ഷനിസ്റ്റ് കൗണ്ടറിൽ നിങ്ങളും ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റ് റിസപ്ഷനിസ്റ്റുകളും ഉണ്ടാവും. അപ്പൊ ഈ രണ്ടു കൂട്ടർ, അതായത് നിങ്ങളുടെയും നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും പരിപാലനം കൊണ്ട്, സർവീസ് കൊണ്ട് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ മുഖത്ത് എന്താണ്, അവരുടെ ഫേസില് ഒരു സ്മൈല് ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റണം നിങ്ങൾക്ക്. അതാണ് നിങ്ങളുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഒരു റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാള് ചിരിച്ച മുഖത്തോടുകൂടി വേണം ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട്. അത് തന്നെയായിരിക്കണം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. അതായത് അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, കുറച്ചുകൂടി എന്താണ് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഭയങ്കര ഇമോഷണലി എന്തെങ്കിലും വീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്സെറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ തന്നെ വരുന്ന. അത് അധികം പ്രശ്നങ്ങൾ അതല്ല, എല്ലാവരും പ്രോബ്ലംസ് തന്നെയായിട്ടാണ് അവിടെ വരുന്നത്. എന്നാലും കൂടുതലായിട്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അവരെ ഡീൽ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ വരുന്നത് ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ആദ്യം തന്നെ എന്താണ്, ഇങ്ങനെ അപ്സെറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ ആദ്യം തന്നെ അവരെന്ത് ചെയ്യണം, കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അവരെന്ത് ചെയ്യണം, ആദ്യം ലിസൺ ചെയ്യണം, കേൾക്കാൻ ശ്രമിക്കണം. ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. പിന്നീട് എന്ത് ചെയ്യണം, അവർക്ക് എന്താണോ അവരുടെ പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കണം. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം ഓഫർ ആൾട്ടർനേറ്റീവ്സ്. അതായത് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു പേഷ്യന്റ് ഇന്ന പ്രോബ്ലം ആണെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് നിങ്ങൾക്ക് പരിഹാരം അല്ലെങ്കിൽ സൊല്യൂഷൻ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ, എനിക്കിത് പറ്റില്ല എന്നല്ല, എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്നല്ല പറയേണ്ടത്. ഫൈനലായിട്ട് നിങ്ങളുടെ സുപ്പീരിയർ ഉണ്ടാവും അവിടെ, അല്ലെ? ഓക്കെ, നിങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു സുപ്പീരിയർ ഉണ്ടാവും. ആ സുപ്പീരിയറിന്റെ അടുത്ത് എന്ത് ചെയ്യുക, ഈ ഒരു പ്രശ്നം, ഇന്നൊരു പേഷ്യന്റ് ഇന്നൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്യുക. പ്രശ്നം എന്താണെന്ന് സുപ്പീരിയറോട് ഷെയർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, സുപ്പീരിയർ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തരും. ഇതാണ് മെയിൻ ആയിട്ട് അപ്സെറ്റ് കസ്റ്റമറെ ഡീല് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് അവരെ കേൾക്കുക. അപ്പൊ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമറെ അല്ല, എല്ലാ കസ്റ്റമറെയും എന്ത് ചെയ്യണം, നമ്മൾ കേൾക്കാനായിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോ ഇത് പ്രത്യേകിച്ചും പറയുന്നത് അപ്സെറ്റ് കസ്റ്റമറെ കുറിച്ചിട്ടാണ്. അതായത് ഫസ്റ്റ് അവരെ കേൾക്കുക, എന്നിട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസറുടെ സഹായം നിങ്ങൾ തേടുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആണ് കേട്ടോ. അതായത് നമ്മുടെ ആ റിസപ്ഷൻ ഏരിയയിൽ തന്നെ എന്താണ് ഒരു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു ബോർഡ് എഴുതിയിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പൊ അവരുടെ റോൾ എന്താണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. അതായത് നമ്മള് എന്താണ്, അതായത് ഇപ്പൊ പേഷ്യൻസ് ഒക്കെ വിളിക്കുകയാണെങ്കിലോ അവര് നേരിട്ട് നമ്മുടെ അടുത്ത് വരികയാണെങ്കിലോ അവര് എന്താണ് ഒരു പോസിറ്റീവ് അപ്രോച്ച് കൂടി മാത്രം എന്ത് ചെയ്യുക, നമ്മള് കൈകാര്യം ചെയ്യുക. അതായത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി മാത്രമേ അവരുടെ അടുത്ത് നമ്മള് സംസാരിക്കാനായിട്ട് നോക്കാവൂ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്വയറീസ്. അപ്പൊ അവര് ഒരു കാര്യത്തിനായിട്ട് വരുമ്പോൾ പെട്ടെന്നായിരിക്കും നമ്മളോട് എന്തെങ്കിലും ചോദിക്കുന്നത്. അപ്പോ അവര് നമ്മളോട് അങ്ങനെയുള്ള കാര്യങ്ങൾ തിടുക്കത്തിലൊക്കെ ചോദിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾക്കും സാധിക്കണം. അപ്പൊ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, ആ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യന്റ് എന്താണ് ആവശ്യം, ചിലപ്പോൾ അയാളുടെ ഫയല് പെട്ടെന്ന് എടുത്തു കൊടുക്കാനായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഫയല് പെട്ടെന്ന് എടുത്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോ എന്തൊക്കെയാണ്, അതായത് ഇങ്ങനെയുള്ള, അതായത് ഇങ്ങനെ എമർജൻസി ഘട്ടങ്ങളിലൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നോക്കണം. ഓക്കെ, ഇനി അടുത്തത് നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് എത്ര ഡിപ്പാർട്ട്മെന്റുകളാണ് ഹോസ്പിറ്റലുകളിൽ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിലെ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്, അവരുടെ നമ്പറുകൾ ഏതാണ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത ഉണ്ട് നമുക്ക് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. അതുകൂടാതെ നമ്മളിപ്പോ ഒരു ഫ്രണ്ട് ഓഫീസ്, അതായത് നമുക്കിപ്പോ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമുക്കിപ്പോ ആദ്യമായി ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് സെക്കൻഡ് 3 അല്ലെങ്കിൽ ഒരു 3 ദിവസം നമുക്ക് പഠിക്കാനുണ്ടാവുക അവിടുത്തെ ഡോക്ടർമാരുടെയും അവരുടെ പേഴ്സണൽ നമ്പർ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു ഹോസ്പിറ്റലിലെ നമ്പറുകളായിരിക്കും. ഇപ്പൊ എന്താ പറയാ, മൊബൈൽ നമ്പർ ആയിരിക്കില്ല ചിലപ്പോൾ ഒരു എന്താ പറയാ 3 or 4 ഇതുള്ള ഡിജിറ്റുള്ള നമ്പറുകളായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡോക്ടർമാരുടെ നെയിം, പേരുകൾ എന്താണ്, അവർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക.
ഓക്കെ, അതായത് ഇത് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഫസ്റ്റ് ഡേ നമ്മളിപ്പോ റിസപ്ഷനിൽ ജോലി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വരുന്ന പേഷ്യൻസിന് അറിയില്ല നമ്മള് ന്യൂലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് അറിയില്ല. ഓക്കെ, അവര് നമ്മളെ അടുത്ത് പറയും എനിക്ക് ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ ഉണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ നമ്മൾ കിടന്ന് തപ്പാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു ഹോസ്പിറ്റലായാലും നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞൊരു 3-4 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡോക്ടർമാരുടെ പേരുകളും അവരുടെ നമ്പറുകളും അവർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. നമ്മൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലുകാർ തന്നെ നമുക്കൊരു ലിസ്റ്റ് തരും. ഒരു എന്താ പറയാ 9-10 പേജുകളുള്ള ഒരു എന്താ പറയാ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് തരുന്നേ. അതിലുള്ള മൊത്തം ഡോക്ടേഴ്സിന്റെ, ആ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സ്, അതുകൂടാതെ അവിടെ വർക്കിംഗ് ആയിട്ടുള്ള, അതായത് ചീഫ് ആയിട്ടുള്ള മെഡിക്കൽ നഴ്സ്, അതുകൂടാതെ അവിടുത്തെ PRO, അങ്ങനെയുള്ള ആളുകളുടെ മൊത്തം എന്ത് ചെയ്യും, നമ്പറുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തരും. അത് മൊത്തം നമ്മൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ പേഷ്യൻസ് വരുമ്പോൾ അവർ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷുഡ് നെവർ ബി ഹോട്ടി വൈൽ റിസീവിങ് എ കോൾ. അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പോ ഒരു പേഷ്യന്റ് നമ്മൾ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നമ്മളെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അത് പറയുന്നുണ്ട്. നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ എന്താവും, പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അവര് നമ്മളോട് തിരിച്ചിങ്ങോട്ട് സംസാരിക്കോ? ഇല്ല. ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് ഒരിക്കലും ഹോട്ടിയായിട്ട് എന്താ അല്ലെങ്കിൽ ചൂടായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഒപ്റ്റിമൈസ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ, provider time and treatment room utilization by scheduling appointments in person or by telephone. അതായത് രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെന്റ് സൗകര്യങ്ങള് എന്നും എന്ത് ചെയ്യണം, നമ്മൾ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് നമ്മൾ മാനേജ് ചെയ്യണം അവരുടെ. ഓക്കെ, ഇപ്പൊ ഒരു പേഷ്യന്റ് ഫോണിലൂടെ വിളിക്കുകയാണ്, എനിക്ക് ഇന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ എനിക്ക് അപ്പോയിന്റ്മെന്റ് വേണം, അല്ലെങ്കിൽ നേരിട്ട് വരികയാണ് എനിക്ക് ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ വന്ന് നമ്മളോട് പറയുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ ജലജ. കസ്റ്റമർ വാണ്ട്സ് യു ടു, അത് തുടങ്ങി ഒന്ന് വായിച്ചു. The customer wants to great value, help, listen, invite back. Area coming under the front office of patient. Very main reception, consultation room, diagnostic echo, ECG echo, MRI, CT scan, sample collection. Understand the challenges faced by the front desk staff. Managing patient emotion, handling volume and the maintenance form. Managing patient wait time and patient flow, complaint resolution. Your main goal is to have each patient have with the smile, satisfaction on their face and feeling. So we will take care of you and your dealing with the upset customer. Listen first and then offer solution. If you cannot solve any problem, ask for the supervisor and solve the problem. Offer alternatives. Turn off the healthcare resources risk due to the call with the city approaching attitude. Explain instantly to other. There is another number of the government of the hospital.
List of the doctors and employees along with their numbers should never be active while receiving a call. Optimize patient satisfaction, provider time, and treatment. Utilization of the scheduling appointment to placement by telephone. ഓക്കെ, വായിച്ചോ? Okay. നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് കേട്ടോ. ഇത് രണ്ടും വെവ്വേറെയാണ് കേട്ടോ. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കും റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്കും സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തേതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. അതായത് കസ്റ്റമറിന് സഹായവും സൗകര്യവും നൽകുക. അപ്പൊ കസ്റ്റമർ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് വാക്ക് ഇൻ എൻക്വയറീസ്. അതായത് അന്വേഷണങ്ങൾ നടത്തുക. ഇപ്പൊ പേഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഷ്യന്റ് വന്ന് എന്തെങ്കിലും ചോദിച്ചാലോ അല്ലെങ്കിൽ പേഷ്യന്റുമായി ബന്ധപ്പെട്ട മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലായാലും എന്ത് ചെയ്യണം, നമ്മള് എൻക്വയറീസ് നടത്തണം. ഓക്കെ, തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. അതായത് ഹെൽത്ത് ചെക്കപ്പുകൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഷെഡ്യൂള് ചെയ്യുകയും വേണം. ഓക്കെ, അതായത് ഹെൽത്ത് ചെക്കപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ സഹായിക്കുന്നതും പിന്നെ അത് ഷെഡ്യൂൾ ചെയ്യുന്നതും ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് മറ്റ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് എന്ത് ചെയ്യണം, നമ്മള് കോർഡിനേറ്റ് ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ് ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. അതായത് എന്താ പറയാ, അതായത് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം എന്ത് ചെയ്യണം, നമ്മള് റിപ്പോർട്ട് അയക്കും. ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഡിസ്പാച്ച് ചെയ്യണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റേത് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. ഇതും എന്താണ്, ഇതുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. അതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. അതായത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ ശേഖരിക്കണം. ഓക്കെ, അത് ഇവരുടെ ജോലിയാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു MRIക്കോ അല്ലെങ്കിൽ ഒരു എക്സ്റേക്കോ ഒക്കെ എടുത്ത് ഡോക്ടർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ അത് എടുത്തതിന് ശേഷം ഇവരാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഒരു റിപ്പോർട്ടുകളും കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടത്, കളക്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ഓൺ ദ ക്ലയന്റ്. ഇനി ആ കളക്ട് ചെയ്ത റിപ്പോർട്ടുകൾ കസ്റ്റമറിന് അല്ലെങ്കിൽ പേഷ്യന്റിന് സമയത്ത് തന്നെ എന്ത് ചെയ്യണം, കൊടുക്കാനായിട്ട് ശ്രമിക്കണം. മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് ദ റിപ്പോർട്ട്സ് റിസീവ്ഡ് ആൻഡ് ഹാൻഡ് ഓവർ. ലഭിച്ച റിപ്പോർട്ടുകള് അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുകയും അത് ക്ലയൻസിന് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യണം, കൈമാറുകയും ചെയ്യേണ്ടത് ഈ ഒരു ഡിസ്പാച്ച് ഡെസ്ക് ആണ്. ഓക്കെ, ഇനി ടൈമിംഗും കൂടി വരുന്നുണ്ട്. ടൈമിംഗ് എങ്ങനെയാണ് റിസപ്ഷൻ ഏരിയയിൽ, അങ്ങനെ ഒരു അത് പറഞ്ഞിട്ടുണ്ട്. ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക് 24 hours സർവീസ്. ദ സ്റ്റാഫ് ഇൻ 3 shift. ഓക്കെ, അതായത് 24 മണിക്കൂറുമാണ് ഒരു റിസപ്ഷൻ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത് 3 ഷിഫ്റ്റുകളായിട്ടാണെന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് 3 ഷിഫ്റ്റുകളാവുമ്പോൾ ഒരു ദിവസം 8 മണിക്കൂർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാവിലെ 7 മണിക്ക് കയറുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ വൈകിട്ട് 3 മണിയാവുമ്പോൾ ആ ഡ്യൂട്ടി ആ ഷിഫ്റ്റ് കഴിയും. ഇനി തുടർന്ന് 3 മണിക്ക് കയറുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ രാത്രി 11 മണിയോടെ എന്ത് ചെയ്യും, അവരുടെ ഡ്യൂട്ടി കഴിയും. ഇനി രാത്രി 11 മണിക്കാണെങ്കിൽ ആ സ്റ്റാഫ് കയറുന്നതെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗ് 7 മണിയോടുകൂടി ആ ഷിഫ്റ്റ് കഴിയും. അങ്ങനെ 3 ഷിഫ്റ്റുകളിലായിട്ടാണ് റിസപ്ഷനിലെ സ്റ്റാഫുകള് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. ഇത്രയും കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ വരുമ്പോ നമുക്ക് അടുത്ത എടുക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടികളും കാര്യങ്ങളും ഉള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, താങ്ക് യു.